ഇവിടെയാണ് ഒമാനിലെ രാത്രിയിൽ ജിന്നുകൾ ഒത്തുകൂടുന്ന സ്ഥലം. കാണുന്നതാണ് ഒമാനിലെ നിസ്വയിലെ തനൂഫ് എന്ന തകർന്നു തരിപ്പണമാക്കപ്പെട്ട ഒരു ഗ്രാമം. ജബൽ അക്തർ മലനിരക്കു താഴെയായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമത്തെക്കുറിച്ചുള്ള കേട്ടുകേൾവി എന്താണെന്ന് വെച്ചാൽ, ഇവിടത്തുകാർ കൂടോത്രത്തിൽ കേമന്മാരായിരുന്നതുകൊണ്ട് അവർ ഉപേക്ഷിച്ചു പോയ ഈ വീടുകളിൽ പിന്നീടാരും താമസിച്ചിട്ടില്ല എന്നുമാണ് ചിലരെങ്കിലും വിശ്വസിക്കുന്നത്. മാത്രമല്ല, ഈ ഭാഗങ്ങളിൽ രാത്രിയായാൽ ജിന്നുകൾ ഒത്തുകൂടാറുണ്ടെന്നും വിശിഷ്യ ഏതെങ്കിലും രാത്രികളിൽ നായകളും പൂച്ചകളും ഒച്ചയിടുന്നുണ്ടെങ്കിൽ അന്നേ ദിവസം ജിന്നുകളുടെ സമ്മേളനം നടക്കുന്നുണ്ട് എന്നും അവർ വിശ്വസിക്കുന്നു. കഥ സത്യമാവട്ടെ മിഥ്യയാവട്ടെ, ഈ ഗ്രാമം തകർന്നതിന് മറ്റൊരു വസ്തുതാപരമായ ചരിത്രമുണ്ട്. ആധുനിക ഒമാന്റെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായിരുന്ന 1950കളിൽ 5 വർഷക്കാലത്തോളം നീണ്ടുനിന്ന ജബൽ അക്തർ യുദ്ധത്തെക്കുറിച്ച് ചിലർക്കെങ്കിലും അറിയായിരിക്കുമല്ലോ. അന്ന് മസ്കറ്റ് സുൽത്താന്റെ ഭാഗമായിരുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ ചങ്കൂറ്റത്തോടെ പിടിച്ചു നിന്ന ഗ്രാമമാണ് തനൂഫ്. ആ യുദ്ധത്തിൽ ജബൽ അക്തറിന് മുകളിൽ തകർക്കപ്പെട്ട ബ്രിട്ടീഷ് യുദ്ധവിമാനം ഇന്നും അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ബ്രിട്ടീഷുകാർ ഇമാമുകൾ ഭരിച്ചിരുന്ന ബഹ്ല ഫോർട്ടിന് നേരെയും തനൂഫ് എന്ന ഈ ഗ്രാമത്തിന് നേരെയും ബോംബുകൾ വർഷിക്കുകയും തന്നിമിത്തം ഈ ഗ്രാമവാസികൾ ഇവിടം വിട്ടു പോയി എന്നുമാണ് ചരിത്രം. ആ രീതിയിൽ തകർക്കപ്പെട്ട ഗ്രാമമാണ് ഇന്ന് ഈ കാണുന്ന രീതിയിൽ ശ്മശാനം പോലെ കിടക്കുന്നത്. ഒരുപക്ഷെ ജിന്നുകളുടെ കഥ പ്രചരിക്കാനുണ്ടായ കാരണം ഈ കാണുന്ന തനൂഫിന് തൊട്ടടുത്താണ് ലോകത്തിൽ തന്നെ ആഭിചാരക്രിയക്ക് പ്രശസ്തിയാർജിച്ച ബഹ്ല എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ജനവാസമില്ലാത്ത സ്ഥലങ്ങളാണ് ജിന്നുകൾ വാസസ്ഥലമായിട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളത് മുസ്ലിമിന്റെ വിശ്വാസമായിരിക്കെ ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ സ്ഥലങ്ങളിൽ ജിന്നുകൾ ഒത്തുകൂടാറുണ്ടോ ഇല്ലയോ എന്നുള്ളത്.